ബി.ജെ.പി. പൂക്കോട്ടുകാവ് പഞ്ചായത്ത് കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ബി.ജെ.പി. മണ്ഡലം ജനറൽ സെക്രട്ടറി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് ഉത്തരവാദികളായവർക്കെതിരെ നിയമ നടപടിയെടുക്കുക, ദേവസ്വം ബോർഡ് എന്ന പേരിൽ ഇടത് വലത് മുന്നണിയിലെ തട്ടിപ്പ് നടത്തുന്ന ക്ഷേത്രമോഷ്ടാക്കളെ പുറത്താക്കുക, ദേവസ്വം മന്ത്രി രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബി.ജെ.പി. പൂക്കോട്ടുകാവ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്ലുവഴി സെന്ററിൽ നിന്ന് പൂക്കോട്ടുകാവ് സെന്റർ വരെ നാമജപ പ്രതിഷേധ നൈറ്റ് മാർച്ച് നടത്തിയത്. പൂക്കോട്ടുകാവ് ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ പരിപാടി ബി.ജെ.പി. മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. പോലീസ്, പട്ടാളം പോലുള്ള സംവിധാനങ്ങളെ എല്ലാം നോക്കുകുത്തികളാക്കിക്കൊണ്ട് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാള് ഈ സ്വർണം അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിന്റെ പങ്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ പിണറായി വിജയന്റെ അടക്കം കൈകളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള വർത്തമാനമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അമ്പലങ്ങൾ പോലും കൊള്ളയടിക്കുന്ന, ഹൈന്ദവ ആചാരങ്ങളും വിശ്വാസങ്ങളെ അടക്കം തച്ചു തകർക്കുന്ന രീതിയിലുള്ള സംവിധാനമാണ് പിണറായി വിജയന്റെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ വിശ്വാസി സമൂഹം ഒന്നായി ഇവർക്കെതിരെ, സ്ത്രീ പ്രവേശനത്തിനെതിരെ ശക്തമായ രീതിയിൽ റോട്ടിൽ പ്രതിഷേധ മാർച്ചുമായി സംഗമവുമായി ഇറങ്ങിയ സമയത്ത് 2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ സർക്കാർ ഇതിൽ നിന്ന് മാറിക്കൊണ്ട് വിശ്വാസികളുടെ ഒപ്പമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പമ്പയിൽ ഒരു അയ്യപ്പ വിശ്വാസി സംഗമം, അയ്യപ്പ സംഗമം നടത്തി. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് വെറും തട്ടിപ്പ്. ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിന്റെ പേരിൽ ഇതുപോലുള്ള കള്ളത്തരങ്ങൾ മറച്ചുവെക്കുന്നതിന് വേണ്ടിയാണ് ഈ സംഗമങ്ങൾ നടത്തിയിട്ടുള്ളത്. ബി.ജെ.പി. പൂക്കോട്ടുകാവ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുജിൻ സ്വാഗതം പറഞ്ഞു. അരുൺ സാമ്പ്രിക്കൽ നന്ദി പറഞ്ഞു. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.